ഹലോ വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു ദ വൺ മൈൻഡ് ലോകത്തിൻ്റെ സീസൺ ഫിനാലെ. ബ്രേക്കിംഗ് ബാഡ് എന്ന വേൾഡ് പോപ്പുലർ സീരീസിൻ്റെ ആദ്യ സീസണിലെ പോലെ തന്നെ പതിഞ്ഞൊരു വേൾഡ് ബിൽഡിങ്ങിലൂടെ പ്ലൂറിബസം കടന്നുപോയി അങ്ങനെ 9ാം എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തായാലും മാനസോസിങ് അടുത്തുവരെ എത്തിയിട്ടുണ്ട്. കരോളിനടുത്തെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അതൊരു സസ്പെൻസായി നിൽക്കട്ടെ. ഒരു 11 ദിവസം കഴിഞ്ഞിട്ടുള്ള ടൈം ജമ്പിലേക്ക് ഒന്ന് പോകാം. ഒരു രസം, അതായത് 70 ദിവസം കഴിഞ്ഞിരിക്കുന്നു പ്രജകളെല്ലാം വൺ മൈൻഡിലേക്ക് എത്തിയിട്ട്. കുസിമായുവിനെ പരിചയമുണ്ടോ? കെറോൾ പോയി കണ്ട ആ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് സർവൈവേഴ്സിലെ ഒരു സുന്ദരി കുട്ടി പെറുവിലെ ഒരു മലയോര പ്രദേശത്തുള്ള അവളുടെ ഗ്രാമത്തിലേക്ക് പോണത് എന്തിനാണെന്നറിയോ? മുന്നേ നമ്മൾ കേട്ടതാണ് ഇമ്മ്യൂണായവരുടെ സ്റ്റെം സെൽസ് വെച്ചിട്ട് അവരെ വൺ മൈൻഡായി മാറ്റാമെന്നുള്ളത്. ഈ സീസൺ തീരും മുന്നേ ആ ഒരു പോസ്റ്റ് പ്രോസസ്സ് നമ്മൾ കാണുവാണ്. കുസിമായുവിൻ്റെ സ്റ്റെം സെൽസ് എടുത്ത് അവർ അത് വെച്ച് എന്തൊക്കെയോ നടത്തി. അത് നമ്മളിനി അറിഞ്ഞിട്ടില്ല. മറ്റൊരിടത്തു നിന്നായി അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒരു ഐസൊലേറ്റഡ് കണ്ടെയ്നറിൽ വെച്ച് ഒരു പ്ലെയിനിലായി പെറുവിലേക്ക് കൊണ്ടുവന്ന് കൈമാറി അത് അതീവ സുരക്ഷയോടെയും കരുതലോടെയും ട്രക്കിൽ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം കുസിമായു അവരുടെ സർവറായിട്ടുള്ള ലാസ്റ്റ് മൊമെൻറ്റ്സിലും മുന്നേ തന്നെ കരോളിനോട് അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഈ ഹൈ മൈൻഡിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള താല്പര്യം. അതുകൊണ്ട് വലിയ എതിർപ്പുകളൊന്നും കുസിമായുലില്ല. എങ്ങനെ ആയിരിക്കുമെന്നുള്ള ചെറിയ ടെൻഷനും ക്യൂരിയോസിറ്റിയും ഒക്കെ മാത്രം. കുസിമാവിൻ്റെ ആൻറ്റിയും കസിനും നല്ല പ്രസന്ന മുഖത്തോടെ കുടിലിന് പുറത്തു വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചതായി പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്തായാലും കുസിമാവിൻ്റെ ഫേവററ്റ് ഫുഡ് കഴിച്ചിട്ടുള്ള അവസാനത്തെ അത്താഴമാകും അത്. കാരണം ഇനി അങ്ങോട്ട് സ്വന്തമായൊരു ഫേവററ്റ് എന്നത് ചിന്തയിൽ മാത്രമായിരിക്കുമല്ലോ, നമ്മുടെ സോഷ്യയുടെ മാംഗോ ഐസ്ക്രീം പോലെ. അങ്ങനെ ആ ട്രക്കൊടുവിൽ അവിടേക്ക് ആഗമിക്കുമ്പോൾ കുസിമായി ഒരു ചുന്ദരി ആട്ടിൻകുട്ടിയെ മടിയിലെത്തി തലോടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം അവൾക്ക് വേണ്ടിയെന്നോണം ഓരോ ജോലികളിൽ ഏർപ്പെട്ട് നടക്കുകയും പാട്ട് പാടിക്കൊടുക്കുകയും ഇന്നൊരു നല്ല ദിവസമാണല്ലേ എന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ആടുകൾ പൊതുവെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണല്ലോ. അങ്ങനെ ചുന്ദരിക്കുട്ടിയെ താഴേക്ക് നിർത്തി അവൾ ആ ചടങ്ങിലേക്ക് കടക്കുവാണ്. ഒരാചാരം എന്ന പോലെ പ്രാർത്ഥന പാടി ആ കണ്ടെയ്നർ എത്തിച്ച് അതവളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അത് തുറക്കുന്നതും നല്ല രീതിക്ക് ആവി പുറന്തള്ളുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് മുഖമെത്തിച്ച് ഉള്ളിലേക്ക് ഒരു തവണ വലിച്ചു കയറ്റി കുറച്ച് ശ്വാസമെടുത്ത് നിൽക്കെ പെട്ടെന്ന് വിറയലും കിടുങ്ങലുമൊക്കെ. മെല്ലെ വീണു പോകുന്ന അവളെ വിരിച്ച പായലേക്ക് കിടത്തി കുറച്ചുനേരം വിറങ്ങലിച്ച് കണ്ണടഞ്ഞ ശേഷം അത് വീണ്ടും തുറക്കുവാണ്. ഒരു പുതു ജനനം. അത്രയും നേരം അവളുടെ മുഖത്ത് കണ്ട പല മുഖഭാഗങ്ങളും മാറി. ഇപ്പോൾ ഒള്ളി ചിരി മാത്രം, പ്രസന്നത. ഇതോടെ പിന്നെ നടക്കുന്നതോ നാടകമെല്ലാം പൂട്ടിക്കെട്ടി ചുറ്റുമുള്ളവരെല്ലാം സാമാനങ്ങളൊക്കെ എടുത്ത് തീയും കെടുത്തി അവരവരുടെ വഴിക്ക് പോകണം. ഒരു സംസാരമോ ഒച്ചയോ ഒന്നുമില്ല. അങ്ങനെ വൺ മൈൻഡ്സിൻ്റെ ആദ്യ ദൗത്യം ഇവിടെ വിജയിച്ചിരിക്കുന്നു. ഇനി കുസിമാവിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാവും നമുക്ക് നോക്കാം. കൂട്ടിലടച്ച പക്ഷി മൃഗാദികളെയും തുറന്നുവിടുമ്പോൾ അതുങ്ങളും സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം നുകരുമ്പോൾ ആ ചുന്ദരി ആട്ടിൻകുട്ടി ഓടി കുസുമാവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ പഴയ പോലെ ഓമനത്വമൊന്നും അവൾക്കുള്ളിലില്ല. വൺ മൈൻഡ്സിന് അങ്ങനെ പെറ്റ്സിനോടൊരു താല്പര്യവും ഇല്ലല്ലോ. സോഷ പറഞ്ഞ ഓർമ്മയില്ലേ? സോഷ. അപ്പോൾ നമുക്ക് തിരികെ ആ മൊമെൻറ്റിലേക്ക് വരാം. മാനസോസിൻ്റെ വരവ് ഡ്രോണിലൂടെ കാരോളും കമ്പാനിയനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വൺ മൈൻഡ്സിനും കൃത്യമായിട്ട് അറിയില്ല. ആരുമായി സംസാരിക്കാൻ കൂട്ടാക്കാത്ത ആളല്ലേ ഈ പരകക്കാരൻ. അതുതന്നെ കാരണം. എന്തായാലും കരോളിൻ്റെ ആദ്യ വീഡിയോ കാസറ്റ് കിട്ടിയതോടെയാണ് അയാൾ ഈ ദീർഘദൂര യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സോഷ പറയുന്നത് ആൾ ഇവിടെ എത്തുമ്പോൾ താൻ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു സുഖമുള്ള കാഴ്ചയായി തോന്നില്ല. വൺ മൈൻഡ് അല്ലേ? അഥവാ കരോളിന് മീറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് മാറാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയാണോ? ഒന്നുമില്ലെങ്കിലും വീഡിയോ കണ്ട് ഏറെ പ്രതീക്ഷയോടെ വരുന്നതല്ലേ അയാൾ. കരോൾ അയാളെന്ന് കണ്ടിട്ട് അയാളെ അയാളുടെ വഴിക്ക് തന്നെ വിടാമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് മുന്നത്തെക്കാളും മാറിയിട്ടുള്ളതായി മനസ്സിലാക്കാം. ലോകം നന്നാക്കുക എന്നതിപ്പോൾ അവിടെ ഒരു പ്രധാന പ്രയോറിറ്റി തോന്നുന്നയില്ല കണ്ടിട്ട്. അങ്ങനെ ഒടുവിൽ ആംബുലൻസിൽ പുള്ളി ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കംബാക്കെല്ലാം നേരത്തെ തന്നെ തേച്ച് മായിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുടിച്ചിക്ക് പാൻറ്റൊക്കെ പൊക്കിയിട്ട് വരുന്നെങ്കിലും ഇരുവരുടെ ഫസ്റ്റ് മീറ്റ് ഒട്ടും നല്ലതായിട്ട് പോകുന്നേയില്ല. ഒന്നാമതേ 2:30 മുൻചുണ്ടിയുടെ കാര്യത്തിലും കണക്കാണ്. ഹോൺ അടിച്ച് കരോളിനെ വിളിപ്പിച്ചിട്ട് മാനസോസ് പഠിച്ച ഇംഗ്ലീഷ് വെച്ച് എൻ്റെ പേര് മാനസോസ്, ഞാൻ വൺ മൈൻഡ് അല്ല, എനിക്ക് ലോകത്തെ രക്ഷിക്കണം എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് പിറകെ കരോൾ തിരിച്ച് അറിയാവുന്ന സ്പാനിഷ് ഭാഷ സംസാരിച്ച് ഒരു കൊച്ചു സ്വാഗത പ്രഭാഷണം നടത്തി വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ലോണിൻ്റെ കയ്യിൽ വെട്ടുകത്തിയൊക്കെ. മുന്നേ സോഷയോട് അയാൾ കുഴപ്പക്കാരൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നിട്ട് അയാൾ നിങ്ങളെ ഉപദ്രവിക്കില്ലെന്നാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞത് കരോളിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് വടിവാളം വെട്ടുകത്തിയൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞങ്ങനെ മാനസോസ് തിരികെ വണ്ടിക്കടുത്തേക്ക് എത്തുമ്പോൾ അയാൾക്കുള്ളിലും ചില സംശയങ്ങൾ. ആരാ എന്താ മനസ്സിലിരിപ്പെന്നറിയാതെ വീട്ടിൽ കയറുന്നതും ശരിയല്ലല്ലോ. അങ്ങനെ ആംബുലൻസ് തുറന്ന് അതിലിരുന്ന് സംസാരിക്കാമെന്ന് വിളിക്കുന്നു. അതിനോട് ഒട്ടും യോജിക്കാതെ കരോളും. എങ്ങനെ ഇരിക്കണ്? ആകെ മൊത്തം തകർന്ന ഒരു ലോകത്ത് രക്ഷിക്കാൻ മനസ്സുള്ള 2 പേർ. പക്ഷേ ഈഗോയ്ക്കും കോംപ്ലക്സിനും ഒരു കുറവുമില്ല. താങ്ക്സ് ടു മൊബൈൽ ഫോൺ. കരോൾ ഫോൺ എടുത്തിട്ട് വന്ന് ട്രാൻസ്ലേറ്ററിൽ വരാൻ പറ്റില്ലെന്ന് പറയുന്നതും മാനസോസ് തട്ടി എടുത്തിട്ട് ഒരേ വിഷയം. ഫോണിൽ സംസാരിക്കുന്നൊക്കെ അവരിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുക്കമോ 2 ആളും തമ്മിൽ ഫോണിന് വേണ്ടിയുള്ള നീട്ടക്കമായി അയാൾ ആ ഫോൺ എടുത്ത് തൊട്ടടുത്തുള്ള ജാലകത്തിലേക്ക് ഇടുന്നു. ഇതോടെ കരോളിന് അരിശം മൂത്ത് എനിക്കിനി നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലെന്നും ഏത് നാശത്തിലേക്ക് വേണമെങ്കിലും പോകുന്ന പ്രാഗി വീട്ടിലേക്ക് കയറി പോകുന്നു.
ഏത് നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഈ രണ്ടുപേർക്കും അല്ലേ? 9,000 കിലോമീറ്റർ താണ്ടി വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോവാണ് മാനസോസിന്. എന്തായാലും ഇത്തിരി ക്ഷമ വരുത്തി പുള്ളി വെട്ടുകത്തി വെച്ച് ഒരു തരത്തിൽ ആ ഫോൺ കോളിലേക്ക് കുത്തിക്കയറ്റി തിരിച്ചെടുത്ത് വീട്ടു ഡോറിന് അടുക്കലേക്ക്. ട്രാൻസ്ലേറ്റർ വഴി പറയാനുള്ളത്, വേണ്ട, ആംബുലൻസി വേണ്ട, പുറത്തു നിന്ന് തന്നെ സംസാരിക്കാം, പക്ഷെ ഒരു കുട വേണം. അങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി നിൽക്കുമ്പോൾ ഈ പരകക്കാരൻ്റെ പ്രശ്നം എന്തെന്നാൽ ഈ വൺ മൈൻസ് ഫോൺ ഹാക്ക് ചെയ്ത് വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ വീട്ടിൽ റെക്കോർഡിംഗ് ബഗ് വല്ലതും സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുള്ള സന്ദേഹങ്ങളാണ്. ഇപ്പോൾ കുട ചോദിച്ചതും അതുതന്നെ. മുകളിൽ ഡ്രോൺ വിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എസ്കേപ്പ് പ്ലാൻ ഇടുന്നത് എന്താണെന്ന് അറിയരുതല്ലോ. ഇവരെല്ലാം നീചരാണ്, അവരെ നശിപ്പിക്കാനുള്ള പ്ലാനാണ് വേണ്ടത്. അങ്ങനെയാണ് അയാളുടെ ചിന്താഗതി. പക്ഷേ കരോളിന് ഇത് കേൾക്കുന്ന ഒരു ഷോക്കാണ്. അവർ ഒരിക്കലും വൺ മൈൻസിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അവരാരും അപകടകാരികളല്ല എന്നും നിൽക്കുവാണ്. മാനസോസിന്റെ കണ്ണിൽ ഇവരുടെ എല്ലാം ആത്മാവിനെ അടക്കി വെച്ചിരിക്കുന്ന ഒരു നീചശക്തിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതിനെ വകവരുത്തുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഏകാന്ത സ്ഥലത്ത് ഒരു കുടക്കീഴിൽ കവിതാക്കളെ പോലെ 2 പേർ നിൽക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 മാസം മുന്നേ കണ്ട കരോളിനെ പോലാണ് ഇപ്പോൾ മാനസോസ്. എങ്ങനെയും ഇവരിൽ നിന്ന് ലോകത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ മുട്ടി നിൽക്കുവാണ്. കാരോളാവട്ടെ ചില ബ്രേക്ക് ഡൗണും ലോൺലിനെസ്സും ഒക്കെ കഴിഞ്ഞ് മനസ്സൊന്ന് സ്വസ്ഥമായി വരുന്നതിൻ്റെ ആ ഒരു പാതയിലും. ഇവിടെ അവർക്ക് ഇടിപിടിയെന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ചിന്തയേ ഇല്ല. മാത്രമല്ല വൺ മൈൻസിനോട് ഇതുവരെയായിട്ടും ഒട്ടും മിങ്കിളാവാണ്ടിരിക്കുന്ന മാനസോസിനെക്കാളും കുറേയൊക്കെ കരോളിനറിയാം ഇവരെല്ലാം കുറിച്ച്. കള്ളം പറയാൻ കഴിയില്ല, നിർബന്ധമില്ല, അനുസരണ, അനുകമ്പ, അങ്ങനെ പല ഗുണങ്ങളുമുള്ളതായി. എന്തായാലും പറഞ്ഞ് മാനസോസിൻ്റെ ആ സംശയം, വീട്ടിൽ ബഗ് ഉണ്ടോ എന്നുള്ള ആ ഡൗട്ടിൽ അങ്ങനെ കരോളിൻ്റെ വീട്ടിൽ കയറി തിരിച്ചിൽ നടത്തി. അതും കരോളിന് ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ. അങ്ങനെ പുള്ളി ലിക്കർ ഷെൽഫിൽ നിന്നായി ഒരു സംഭവം കണ്ടെത്തുവാണ്. അതൊരു ട്രാക്കിംഗ് ഡിവൈസ് തന്നെയാണ്, പക്ഷേ അത് വൺ മൈൻസ് ആരും വെച്ചതല്ല. ആരാണ് വെച്ചതെന്നറിയുന്നത് അപ്പോൾ തന്നെ സോഷ്യയെ വിളിക്കുമ്പോഴാണ്. 14 കൊല്ലം മുമ്പ് ഹെലൻ സ്ഥാപിച്ച ഒരു മോഷൻ സെൻസറാണത്. കരോൾ വെള്ളമടിക്കാനായിട്ട് ആ ക്യാബിൻ തുറന്നാൽ അപ്പോൾ തന്നെ ഹെലൻ അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ ഒരു കാലത്തായിരുന്നു കരോൾ അവരുടെ എക്സ് ഫ്രീസ് ചെയ്തത്. അതായത് ഭാവിയിൽ കുട്ടികളൊക്കെ ഒരു ദാമ്പത്യത്തിന് വേണ്ടിയിട്ട് അന്നേ അവരുടെ ബീജകോശം, അണ്ടം ശേഖരിച്ച് അതൊരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലായി സൂക്ഷിച്ചിരുന്നു. ഈ പ്രോസസ്സ് നടക്കുന്ന കാലക്രമത്തിൽ ആൽക്കഹോളൊന്നും ഒട്ടും നല്ലതല്ല. അതിനു വേണ്ടിയിട്ട് കരോളിനെ മോണിറ്റർ ചെയ്യാൻ അവരറിയാതെ ഹെലൻ ചെയ്ത രഹസ്യമായിരുന്നു ഇത്. ഈ ഫ്രോസൺ എക്സിനെ കുറിച്ച് മുമ്പൊരിക്കൽ കരോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതുവരെ നോർവേയിലെ ഐസ് ഹോട്ടലിൽ ഹണിമൂണിന് പോയ സമയത്ത്. ഇതിപ്പോൾ സോഷ്യയുടെ വായിൽ നിന്നറിയുന്നതോടെ കരോളിന് അടുത്ത ടെൻഷൻ. തൻ്റെ മേൽ അത്ര കരുതലും കൺട്രോളും ഹെലൻ ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന മറ്റൊരു കാര്യമാണല്ലോ ഇത്. ഇതോടെ വീണ്ടും 2 അടിക്കാൻ മുട്ടി നിൽക്കുന്ന കരോൾ മാൻസോസിനോടായി സെൻസർ തൻ്റെ വൈഫ് മദ്യപാനത്തെക്കുറിച്ച് അറിയാൻ വെച്ചതാണെന്നും പറഞ്ഞ് തൽക്കാലത്തേക്ക് തൊട്ടപ്പുറത്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ എനിക്കിത്തിരി ക്ഷീണമുണ്ടെന്ന് രസകരമായി പറഞ്ഞിട്ട്. അയൽക്കാരനായിരുന്ന ഏതോ ഒരു വൺമൈൻ്റെ ഇപ്പോഴത്തെ ഒഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ തൽക്കാലത്തേക്ക് താമസിക്കാൻ പറയുമ്പോണ്ടോ അന്തസ്സുള്ള മാനസോസിന് വഴങ്ങുന്നു. കരോളിൻ്റെ വീടുമല്ല, തൻ്റെ വീടുമല്ല. ആരുടെ വീട്ടിൽ താൻ നിൽക്കില്ലെന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആ വന്നിരിക്കുന്ന ആംബുലൻസ് നിങ്ങളുടെ ആണല്ലോ, അതിൽ പോയി കിടന്നോന്ന് പറഞ്ഞ് കരോൾ ഒരൊറ്റ പോക്കും. എന്തോന്നടി 2 എന്നാൽ മാനസോസിൻ്റെ ചിന്ത പോകുന്നത് വേറെ വഴിക്കാണ്. മുന്നേ സെൻസറെക്കുറിച്ച് ഫോണിൽ വിളിച്ചന്വേഷിച്ചത് കണ്ട് അതാരാണെന്നപ്പോൾ ചോദിച്ചായിരുന്നു. വൺ ഓഫ് ദ വൺ മൈൻസ് എന്ന് അറിഞ്ഞതോടെ ഇപ്പോൾ ഒട്ടും സമയം കളയാതെ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുവാണ്. സ്പാനിഷിൽ ഒരാൾ മാനസോസിനെ വെൽക്കം ചെയ്യുന്നതും കരോൾ സംസാരിച്ചത് ആരുമായാണെന്ന് തിരക്കി അവരെ അയാളുടെ അടുക്കലേക്ക് പറഞ്ഞുവിടാൻ ഒരു നിർദ്ദേശവും. ആരെ? നമ്മുടെ സോഷ്യയെ തന്നെ. അങ്ങനെ ഇതൊന്നും അറിയാതെ കരോൾ വോഡ്കയും അടിച്ച് മറിഞ്ഞ് പിന്നെ എണീക്കുന്നത് രാത്രിയിലും. മാനസോസിൻ്റെ കാര്യം എന്തായെന്നറിയാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ദോണ്ട സോഷ്യയുടെ കാർ. അന്നം വിട്ട് നേരെ കയറി ചെന്നിട്ട് എന്താ പറഞ്ഞു കൊടുത്തേ, എന്താ പറഞ്ഞെന്ന് അവൾക്ക് നേരെ വെപ്രാളപ്പെട്ട് നിൽക്കുവാണ്. കാര്യം സോഷ്യയ്ക്ക് എല്ലാവരും ഒരുപോലാണ്. അതുകൊണ്ട് തന്നെ മാനസോസ് അവളിൽ നിന്ന് സകലതും മനസ്സിലാക്കി. സകലതും. ഒരു അപരിചിതനുമായി നിന്ന് സംസാരിക്കുന്നത് വെടിപ്പല്ലെന്ന പോലെ അവളെയും കൊണ്ട് കരോൾ അവിടുന്ന് പോകുമ്പോൾ മാനസോസോ എല്ലാ വൺ മൈൻസിൻ്റെയും മൈൻഡ് ഒരുപാടാണെന്ന് മനസ്സിലാക്കി അടുത്ത ഒരാളെ പറഞ്ഞുവിടാൻ കോൾ ചെയ്യുവാണ്, ഇനിയും കൂടുതൽ അറിയാനായിട്ട്. മാനസോസിനെ നമുക്ക് കണ്ട് പരിചയം പോലുമില്ല, എന്തിനയാളുമായി സംസാരിച്ചു എന്നൊരു സുഹൃത്തിനെ പോലെ കരോൾ ചൂടായി ചോദിക്കുമ്പോൾ സോഷ്യയുടെ മറുപടി എല്ലാവരും തനിക്ക് ഒരുപോലെ എന്നും. ഇത് കേൾക്കുന്ന കരോളിനറിയാം ഈ ചിന്താഗതിയിൽ ഒരു മാറ്റം വരാൻ സാധിക്കില്ലെന്ന്. എങ്കിൽ പോലും നീ എൻ്റെ കമ്പാനിയനാണ്, ഇനി അയാളുമായി സംസാരിക്കാൻ പാടില്ല എന്ന് നിൽക്കെ സോഷ്യ ദ്രുതഗതിയിൽ തറയിലേക്കും കിടക്കുവാണ്. നിങ്ങൾ പേടിക്കരുത് കരോളെന്ന് പറഞ്ഞ് നിർത്തുന്നതും പെട്ടെന്ന് അപസ്മാരം പോലെ വിറയലും കിടുങ്ങലുമൊക്കെ. ഇങ്ങനെ വരുന്ന എപ്പോഴാണെന്നറിയാലോ, ആരെങ്കിലും ഓവർ സെൻറ്റിമെൻ്റലാവുമ്പോൾ, ദേഷിച്ച് പിടിത്തെറിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ദേഷ്യത് കരോളല്ല, പിന്നാരാണ്? വേറെ ആര്? തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഉടനെ കയറി ചെല്ലുമ്പോൾ പരകേക്കാരൻ അടുത്തൊരു വൺമൈൻ്റെ മേലെ നിന്ന് സമയം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അയാളുടെ അപസ്മാരവും ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിക്കൊണ്ട്. താനെന്തോ തോന്നിവസോടെ കാണിക്കുന്നതെന്ന് പറയുന്നതൊന്നും പുള്ളി വകവയ്ക്കാതെ നേരെ ആംബുലൻസിൽ ചെന്ന് ആ റേഡിയോ എടുക്കുകയാണ്. മുന്നേ കണ്ടിരുന്നില്ലേ, അത്രയും ഫ്രീക്വൻസീസ് ചെക്ക് ചെയ്ത വഴിക്ക് ഒന്നിൽ മാത്രം സ്വല്പം മ്യൂസിക് കേട്ടൊരു ചാനൽ. ഇപ്പോൾ ട്യൂൺ ചെയ്യുമ്പോൾ മൊത്തം ഗ്രെയിൻസ് ആണ്. അതുമായി അകത്തേക്ക് തിരികെ ചെന്ന് നിൽക്കുന്നതും മെല്ലെ ആ വൺ മൈൻഡിൻ്റെ ഫിറ്റ്സ് അങ്ങ് മാറി ശാന്തനാവുന്ന അതേ സമയം തന്നെ ഈ റേഡിയോയിലെ ഗ്രെയിൻസ് മാറി വീണ്ടും മ്യൂസിക് ക്ലിയർ ആയി വന്ന് തുടങ്ങുന്നു. അപ്പോൾ മാനസോസിന് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വഴിയുള്ള സബ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷനെ പറ്റി നല്ലോണം സോഷ്യയിൽ നിന്നും ഈ കിടക്കുന്ന റിക്ക് എന്ന പേരുള്ള വൺ മൈൻഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് വെച്ചൊരു പരീക്ഷണം നടത്തിയാണ് സംഭവം. റിക്കിന് ഒരു മുന്നറിയിപ്പ് നൽകിയ ശേഷം ഹൈലി ഇമോഷണൽ ആയത് വഴി ഫിറ്റ്സ് വന്നപ്പോൾ
ആ 8.613 ഫ്രീക്വൻസി മൊത്തം ഇരപ്പായിരുന്നു. മെല്ലെ ഇപ്പോൾ റിക്ക് നോർമലായപ്പോൾ, അതായത് വൺ മൈൻഡ്സ് എല്ലാം നോർമലായതോടെ ആ ഇരിപ്പ് മാറി വീണ്ടും ക്ലിയറായി. അതിനർത്ഥം ഇവിടെ ഈ കമ്മ്യൂണിക്കേഷനും മാൻസോസ് കണ്ടെത്തിയിട്ടുള്ള ഈ ഫ്രീക്വൻസിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. കുറച്ച് ഡീപ്പായിട്ടൊന്ന് പോയാൽ ഒരുപക്ഷെ ഭാവിയിൽ ഈ 8.613 വെച്ചിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻസിലേക്ക് കയറി പറ്റാനോ അത് തടസ്സപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. മാൻസോസിൻ്റെ ഈ കണ്ടുപിടുത്തം നിലവിലെ സാഹചര്യത്തിൽ നിർണായകമായൊന്നും തന്നെയാണ്. എന്തായാലും ഇതൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ സ്ഥിതി ശാന്തമായി റിലാക്സിംഗ് ആയിട്ട് വരുന്നതും ഈ മാൻസോസ് ഉണ്ടല്ലോ. കരോളും ഇത് കേട്ട് ഞെട്ടി പിന്നോട്ടായിരുന്നതും ദണ്ട് വീണ്ടും അയാൾക്ക് അപസ്മാരം. സിഗ്നൽ വീണ്ടും മൊത്തം ഇരപ്പാവുന്നതോടൊപ്പം റിക്കിൻ്റെ കയ്യിലേക്ക് റേഡിയോ വെച്ച് കൊടുത്തിട്ട് മാൻസോസ് അടുത്തേക്ക് ചെന്ന് പറയുന്നത്, റിക്കേ, നീ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, തിരിച്ചു വരാൻ സഹായിക്കാം, നിനക്ക് കഴിയും എന്നൊക്കെ. മൊത്തത്തിലുള്ള ഈ സൈക്കോമാടൊക്കെ കണ്ട് കരോൾ ഇനി ഇങ്ങനെ നിൽക്കുന്നത് പന്തില്ലെന്ന പോലെ ഇറങ്ങിപ്പോകുന്നു. മാൻസോസ് ആകട്ടെ നിർത്താതെ തിരിച്ചു വാറിക്കെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കരോൾ ബീസ്റ്റ് മോഡ്. അയാളെ ലോക്കാക്കുന്നതോടെ എന്തായാലും സ്ഥിതി വീണ്ടും ശാന്തമായിട്ടുണ്ട്. പക്ഷെ ഇനി നടക്കാൻ പോകുന്നത് നല്ല കാര്യവുമല്ല. വൺ മൈൻഡ്സിന് ഭീഷണി ഉണ്ടായ പിന്നെന്താ നടക്കുക? മുന്നേ കരോൾ സോഷ്യയെ ഹറാസ് ചെയ്തപ്പോൾ ഉണ്ടായ അതേ സംഭവം. എല്ലാവരും ആൽബക്കുറുക്കിൽ നിന്നും വിട്ടു നിൽക്കാൻ പോവുകയാണ്. ഹായ് മാൻസോസ്, ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് വേണം എന്നുള്ള നീണ്ട ഓട്ടോമേറ്റഡ് റെക്കോർഡിംഗ് ഇനി ഇയാളും കേൾക്കേണ്ടി വരുമെന്നർത്ഥം. വിറയിൽ മാറി ടയർഡായിരിക്കുന്ന സോഷ്യയെ കംഫർട്ടാക്കുന്ന വഴിക്ക് ഫോൺ കോൾ വരുവാണ്. ഇന്ത്യയിൽ നിന്നും ലക്ഷ്മി. മകനും കുടുംബവും വീണ്ടും 2 തവണ അവസരം വന്നതോടെ കരോളിന് വീണ്ടും ക്രിമിയുടെ തുടങ്ങുന്ന ധാരണയിൽ വിളിച്ച് 2 തെറി. കരോൾ തിരിച്ചും 2 പറഞ്ഞ് കട്ട് ചെയ്ത ശേഷം അങ്ങനെ സോഷ ക്ഷമയോടെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. റിക്കും പോയി അങ്ങനെ എല്ലാവരും വീണ്ടും നാടുവിടാൻ ഒരുങ്ങുമ്പോൾ മാൻസോസ് എവിടെ? ഇവിടെ ഉണ്ടോ? പ്രശ്നം വഷളായതോടെ തോക്ക് ചൂണ്ടി ഡിക്കിൽ കയറ്റിയതാണ് പാവത്തിനെ. അവർക്ക് നല്ല ദേഷ്യമുണ്ട്. നിങ്ങൾ കാണണം ഈ പാവങ്ങളിപ്പോൾ ഇവിടം വിട്ട് പോണേന്ന് നിൽക്കെ മാൻസോസിന് അതിലൊരു പ്രശ്നവുമില്ല. അതിനെന്താ, അവർ പോട്ടെ. പക്ഷേ ഇതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കച്ചുതുരുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കണമെന്ന് നിൽക്കുവാണ്. എന്നാൽ സോഷ്യയുമായി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കരോൾ എന്ത് ചെയ്യുന്നു? ആ സംഘത്തിൻ്റെ പിറകെ റോൾസ് റോയ്സും എടുത്ത് പോകുന്നു. മാൻസോസ് ഉദ്ദേശിച്ച പിടിവള്ളി ആ ഫ്രീക്വൻസി കണക്ഷനാണ്. നമ്മുടെ കരോളിനിപ്പോൾ അതിലും വലിയ കണക്ഷനാണ് കമ്പാനിയനുമായിട്ട്. അതറിയാവുന്ന കക്ഷി പഴയ ലോകം തിരികെ വേണോ അതോ ആ പെണ്ണിനെ വേണോ എന്ന ചോദ്യശരം ഏത ശേഷമാണ് കരോൾ ആ ഒരു നിർണായക തീരുമാനത്തിൽ പോകുന്നത്. ഈ സീസൺ ഫിനാലയുടെ ടൈറ്റിലും അതുതന്നെയാണ്, ഈ പെണ്ണോ അതോ ലോകമോ. ഒരു ഐസൊലേറ്റഡ് ക്യാബിനിലൊക്കെ കഴിഞ്ഞ് വന്ന ഈ ഫാസ്റ്റ് ഫാസിലിന് ടൗണിൽ ഒറ്റപ്പെട്ടു പോകുന്നതിലൊന്നും ഒരു സങ്കടവും ഉണ്ടാവാൻ പോണില്ല. അയാൾ ഒറ്റയ്ക്ക് നിന്ന് വഴിവെട്ടാൻ ശ്രമിക്കുവാണ്. മറുവശത്ത് കരോൾ സോഷ്യയുമായി ആർത്തുല്ലസിച്ച് ഒരു നല്ല ബന്ധത്തിലൂടെ അങ്ങനെ ദിനങ്ങൾ കടന്നുപോയി ദ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ഡാർക്ക്നെസ് നോവലൊക്കെ വായിച്ച്. ഈ നോവലിന് നമ്മുടെ ഈ ഷോയുമായിട്ട് ചില സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അതാരൊക്കെ കണ്ടെത്തി പറയുമെന്ന് നോക്കട്ടെ. ഓക്കെ, അങ്ങനെയൊക്കെ കഴിഞ്ഞ് 74 ദിവസം എന്ന പോയിന്റിലേക്ക് എത്തുന്നു. അതായത് കുസിമായി വൺ മൈനിലേക്ക് എത്തിയിട്ട് 3 ദിവസം പിന്നിടുമ്പോൾ ഇരുവരും സ്വപ്നതുല്യമായ ഒരു ഗ്ലാസ് ഹൗസിലാണ്. ചുറ്റും മഞ്ഞൊക്കെയായി മധുരമനോഹര നിമിഷങ്ങളിൽ. ഒരു സംശയം ചോദിക്കാനുണ്ട്. നമ്മൾ മുന്നേ സെവറൻസിൽ കണ്ട ഹെലനൈകിൻ്റെ ആ ഗ്ലാസ് ഹൗസ് തന്നെയല്ലേ ഇതും? നല്ല രസമുണ്ട്. ഹെലന് മൊത്തുണ്ടായിരുന്നേക്കാളും ഒരു പ്രത്യേക സ്നേഹവും അടുപ്പമാണ് ഇപ്പോൾ സോഷ്യയോട്. ഒരു കൊച്ചു ഹോർമോൺ ടോക്കിന് ശേഷം ഉള്ളിൽ സന്തോഷത്തിൻ്റെ എല്ലാ ഹോർമോൺസും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പോവാതിരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നുള്ള കരോളുടെ സന്തോഷം കേട്ട് സോഷ്യ പറയുന്നൊരു കാര്യത്തിലൂടെ ഈ എപ്പിസോഡ് ആകെ തകിടം മറിയുവാണ്. എല്ലാം ശരിയാകും കരോൾ എന്നവൾ പറയുന്നതിലൂടെ റിവീലാവുന്നത് കരോൾ കരുതിയെന്ന പോലെയായിരുന്നു നമ്മളും കരുതിയിരുന്നത്. അതായത് സ്റ്റെം സെൽസ് ഇല്ലാതെ വൺ മൈൻഡ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരീരത്തിൽ നിന്നും പെർമിഷനോടെ അകമഴിഞ്ഞ അനുവാദം ലഭിച്ചാൽ മാത്രമേ അത് എക്സ്ട്രാക്ട് ചെയ്യുകയുള്ളൂ. ഇത് നടക്കാത്തിടത്തോളം കരോൾ സർവൈവറായി തന്നെ ഉണ്ടാവും. അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് എന്ന് സോഷ എങ്ങും തൊടാതെ പറയുമ്പോൾ റിയൽ മാറ്റർ എന്താണ്? വൺ മൈൻഡ്സിന് ഓൾറെഡി കരോളിൻ്റെ സ്റ്റെം സെൽസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഫ്രോസൺ എഗ്സ്. കഴിഞ്ഞ 14 കൊല്ലമായി ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ സൂക്ഷിച്ചിട്ടുള്ള ആ ബീജകോശം ഇവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കരോളിന് അതൊരു എക്സ്ട്രീം ഷോക്കാണ്. കാരണം സോഷ തൻ്റെ ഇഷ്ടത്തെ മാനിച്ച് നിൽക്കുകയായിരുന്നു എല്ലായ്പ്പോഴും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അവളടങ്ങിയ വൺ മൈൻഡ്സിൻ്റെ അനിവാര്യതയാണ് മുഖ്യം. പക്ഷേ അതും കരോളിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്നുള്ളൊരു ടോക്കും. അണ്ടത്തിൽ നിന്ന് സ്റ്റെം സെൽസ് ഫോം ചെയ്യാൻ 2 മാസം എടുക്കും. അത് കഴിഞ്ഞാൽ കരോളിന് വൺ മൈൻഡ്സിലേക്കുള്ള ടിക്കറ്റും റെഡിയാവും. അനുവാദം കൂടാതെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോൾ ആ സോഴ്സ് അടങ്ങിയ സെൽ ശരീരത്തിൽ നിന്ന് ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ അത്തരമൊരു പെർമിഷൻ്റെ ആവശ്യം വരുന്നതുമില്ല. ആ ഒരു ലൂപ്പ് ഹോളിലൂടെ അവർ സ്ട്രൈക്ക് ചെയ്തപ്പോൾ കരോളിന് ഇതൊരു ഞെട്ടിക്കൽ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ്? തിരികെ ആൽബർക്കുറുക്കിയിലേക്ക് എത്തി നോക്കിയാൽ മാൻസോസ് ഒട്ടും പിന്നോട്ട് പോകാതെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള ആൻറ്റി നോട്ട്സും ലൂപ്സും ഒക്കെ ഡീപ്പായി പഠിച്ചു വരികയാണ്. ഒരു ആൻറ്റിനയിൽ നിന്ന് വരുന്ന റേഡിയോ വേവ്, അതിൻ്റെ പരമാവധി വിസ്താരത്തെക്കുറിച്ച് വിവരിക്കുന്ന കറണ്ട് ആൻറ്റി നോഡിനെ കുറിച്ച്, പിന്നെ ലൂപ്പുകളെയും കുറിച്ച് അറിയുന്നതിന് പിന്നിൽ ഒരാസൂത്രണമുണ്ട്. ഒരേ ഫ്രീക്വൻസിയിലുള്ള മറ്റൊരു റേഡിയോ തരംഗം ചാനൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അതേ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് ആൻറ്റി നോഡിലേക്ക് കൈകടത്താനാകും. സിമ്പിളായി പറഞ്ഞാൽ വൺ മൈൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാലുവാകുന്ന ആ എനർജി ഫീൽഡിലെ പോലെ മറ്റൊരു ഫ്രീക്വൻസി രൂപപ്പെടുത്തിയാൽ അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മാൻസോസ്.
പക്ഷേ ഈ തലപോച്ചിൽ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുകയാണ്. കാരണം പുറത്തൊരു ഹെലികോപ്റ്ററിൻ്റെ ഒച്ച. കെറോൾ സ്റ്റഡൊക്കെ തിരികെ വരികയാണ് പൊന്നാര. ഒപ്പം നല്ല കനത്തിലൊരു പെട്ടിയൊക്കെ ഉണ്ടല്ലോ. മാൻസോസിന് വല്ല സമ്മാനമാണോ? പൈലറ്റ് സോഷ തന്നെ അതീവ ശ്രദ്ധയോടെ ലാൻഡ് ചെയ്ത ശേഷം കെറോൾ വശപ്പിശകോടെ ഒരു നോട്ടം അവളെ നോക്കി ഇറങ്ങുന്നു. ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് മാത്രമല്ല, കെറോളിനെ സംബന്ധിച്ച് ഒരു വിശ്വാസ വഞ്ചനയാണ് സോഷ കൂടെ നിന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്തത്. എന്നാൽ അവളുടെ കണ്ണിൽ പരിഭവം മാത്രം. അങ്ങനെ പെട്ടിയും പൊട്ടിയും ഇറക്കി കെമ്പേനയും തിരികെ പോകുമ്പോൾ കെറോൾ തിരിച്ചറിവിൻ്റെ പാതയിൽ അങ്ങനെ മാൻസോസിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അയാളുടെ നിലപാട് തന്നെയാണ് ശരിയെന്ന പോലെ. വൺ മൈൻസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും നോക്കാതെ എല്ലാറ്റിനെയും പഴയപടിയാക്കാൻ. ആ പെട്ടിയിൽ എന്താണെന്ന് മാൻസോസും ചോദിക്കുന്നുണ്ട്. ഇനി കത്തിക്കയറാൻ പോകുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോവുകയാണെന്നുള്ളൊരു സൂചന നൽകി പ്ലൂറിബസിൻ്റെ ആദ്യ സീസൺ ലാൻഡ് ചെയ്യുമ്പോൾ പെട്ടിക്കകത്തുള്ള ക്രിസ്മസ് സമ്മാനം വേറൊന്നുമല്ല, ആറ്റം ബോംബ്. ഒന്നുകിൽ ലോകത്തെ രക്ഷിക്കുക, ഇല്ലെങ്കിൽ എല്ലാറ്റിനെയും തീർത്ത് ലോകത്തെ നശിപ്പിക്കുക. കെറോളിൻ്റെ ബാഡാസ് മൈൻഡ് വീണ്ടും പഴയ ഉഷാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഗ്രനേഡ് തന്നവർക്ക് ആറ്റം ബോംബ് വേണമെങ്കിലും എത്തിച്ചു തരാൻ ഒരു മടിയുമില്ലെന്ന് കെറോളിന് നേരത്തെ വ്യക്തമായതല്ലേ. എന്തായാലും ഇനി ഒരു ഒറ്റ ഒരെണ്ണവും വശീകരിക്കാനോ ട്രാൻസ്ഫോം ആക്കാനോ ഈ മുറ്റത്ത് കയറിപ്പോരെന്നുള്ള താക്കീതുമാണ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ സമ്മാനം. അങ്ങനെ ഇവിടം കൊണ്ട് അദ്ദേഹം ഒടുങ്ങുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് ഇനിയുള്ള കാഴ്ചകളെക്കുറിച്ച് ഓർത്തിട്ട്. നിങ്ങൾക്കോ ഇനി നടക്കപ്പുറ യുദ്ധത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇടയ്ക്കങ്ങിങ്ങായി വലിച്ചു നിന്നൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇനി യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന ടീസിങ്ങിലൂടെ സീസൺ അവസാനിച്ചത് സത്യത്തിൽ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ലാൻഡിംഗ് പോലെയാണ് തോന്നിയത്. ഒരു 4-5 സീസണൊക്കെ മിനിമം വരാൻ പോകുന്ന സീരീസിന് ഇങ്ങനൊരു തുടക്കം പിൽക്കാലത്ത് നമുക്കൊരു പതിഞ്ഞ തുടക്കമായി തോന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ബ്രേക്കിംഗ് ബാഡൊക്കെ പലരും സീസണുകൾ മൊത്തം ഇറങ്ങിയ ശേഷമാണ് കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസണിലെല്ലാമൊക്കെ കുറേ പേർക്കൊരു വേൾഡ് ബിൽഡിങ്ങിന് അത്യാവശ്യമായിരുന്നു എന്നേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്ലൂറിബസിൽ നോക്കി കാണാവുന്നത്. അപ്പോൾ വൺ മൈൻ ലോകത്തോട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുമ്പോൾ വിൻസ് ഗില്ലിഗൻ്റെ ഈ ബ്രേവ് അറ്റംപ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാൻ മറക്കണ്ട. അപ്പോൾ സീ യു ലവ്ലീസ്, ടേക്ക് കെയർ. പുതിയ ഐറ്റവുമായി വീണ്ടും സന്ധിக்கலாம். ശുഭമസ്തു. What is this? Atom bomb.